ആയിരിക്കും സേഫ് ആയിട്ടുള്ള സോൺ. പിന്നെ BS4 ആക്സിഡൻ്റ് ആണോ? ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു സൗണ്ട് കേട്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ഡ്യൂക്ക് 390 ആണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു സന്ധ്യ സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 390 നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ജനറേഷൻ 390 ഓടിക്കുന്നത്. പുതിയ LC4C ആണ് ഇപ്പം ഇറങ്ങിയ ജനറേഷനാണ് ഓടിച്ചത്. അപ്പോൾ അതിനുശേഷം അത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഈ ബൈക്കിലേക്ക് അധികം കൈവച്ചിട്ടില്ല. കുറേ മിസ് ചെയ്തിരുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ഈവനിങ് ഈ ഒരു ബൈക്കും എടുത്തുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ബൈക്ക് ഒരു BS6 പോലെ തോന്നിയാൽ ഇത് ശരിക്കും ഒരു BS4 ആണ്. ഇതിൽ BS6ൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബൈക്കാണ്. ആൻഡ് കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ട്. താഴെ ഒരു അണ്ടർബെല്ലി പാനൽ. പിന്നെ പവർ വൈസ് കുറച്ചുകൂടിയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു ബൈക്കാണ്. കാരണം കുറച്ച് സ്റ്റേജ് ട്യൂണിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിനെ പറ്റിയല്ല, ഈ ഒരു പെർട്ടിക്കുലർ ബൈക്കിനെ പറ്റിയല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 390 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയാം. ഡ്യൂക്ക് 390, അതിൽ തന്നെ ഡ്യൂക്ക് 390 എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രസ്ഥാനത്തിൽ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. BS3, BS4, BS6 തന്നെ ഈ ഒരു രൂപമുള്ള വണ്ടി. നമ്മുടെ ലേറ്റസ്റ്റ് LC4C എഞ്ചിനിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിയ ബൈക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിലേതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അല്ലെങ്കിൽ ഈ ബൈക്ക് എൻ്റെ അടുത്ത് സ്നേഹമുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കും ഒരു ഫീൽ ഉണ്ടാവും, ഈ ബൈക്ക് ഇപ്പോൾ 25 എടുത്തിട്ട് കാര്യമുണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ഇനി വാങ്ങണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ 390 സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാം കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ 390കളുടെ ഒരു റിവ്യൂ എന്നല്ല പറയാൻ പോകുന്നത്. എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ മാത്രമുള്ള ഒരു ടോക്ക് വീഡിയോ മാത്രമാണ്. ഒരു റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ പറഞ്ഞ BS3, BS4, BS6 ഈ വെർഷൻ, പുതിയ വെർഷൻ എല്ലാം ഞാൻ ഓടിച്ചതാണ്. അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ 390 നോക്കണോ, ഈ 390 നോക്കണോ, പഴയ 390 നോക്കണോ, പുതിയതെടുക്കണോ, എന്താണ് 390യെ പറ്റി ഇപ്പോൾ അഭിപ്രായം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, ഒരിക്കലും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങളൊരു ചെറിയൊരു ഒരു ഡിസിഷൻ മനസ്സിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും പോയി ഈ ബൈക്കുകളെല്ലാം ഓടിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബൈക്കാണോ എടുക്കാൻ നോക്കുന്നത് ആ ബൈക്ക് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മനസ്സിലുള്ള സംഭവമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം എടുക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഡിസിഷനെ ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ കാരണമാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്ന് ആഗ്രഹിക്കുന്നുമില്ല. കാരണം എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി ഈ ഈവനിങ്ങിൽ നമുക്ക് കൂളായിട്ട് ഈ വണ്ടികളെ പറ്റി സംസാരിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ ഒരു ബൈക്ക് ഇപ്പോൾ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് ഇപ്പോൾ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോഴെന്നല്ല, ഇനി ഒരു 5 വർഷം കഴിഞ്ഞാലും ഈ ഒരു മോഡലിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഇടിഞ്ഞു പോവില്ല. ഇത് എപ്പോഴും ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ബൈക്കായിരിക്കും. നല്ല ബൈക്കാണ് എടുക്കുന്നതെങ്കിൽ നോക്കിയും കണ്ടും അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്യൂക്ക് 390 ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇനിയും നിങ്ങൾക്ക് ഒരു 5 വർഷത്തേക്ക് ഈ ബൈക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. ഈ ബൈക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലായിരുന്നാലും എന്തിൻ്റെ കാര്യത്തിലായിരുന്നാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു അടുത്തൊരു 5 വർഷത്തേക്കെങ്കിലും ഇതിൻ്റെ തലയിലിരിക്കുന്ന കിരീടവും ചെങ്കോലും ഇതിൻ്റെ തലയിൽ തന്നെ കാണും. അത് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിക്ക് ആരും ഇനി വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴും സത്യം പറഞ്ഞാൽ പുതിയ ജനറേഷൻ 390 ഉണ്ട്, പക്ഷേ അതിനും പ്രതിഷേധമായിരുന്നു ആ ഒരു വണ്ടി ഇറങ്ങിയ ടൈമിലും. ഇതിന് തന്നെയാണ് ഫാൻസ് എന്നുള്ള രീതിക്ക്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ നല്ലൊരു ശതമാനം പേരും ഇപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൻ്റെ ഫാനായിരിക്കും. അതൊരു പരമമായിട്ടുള്ള സത്യമാണ്. കാരണം എനിക്കിപ്പോഴും 390 എന്ന് ആലോചിക്കുമ്പോൾ ഇതാണ് കയറി വരുന്നത്. എന്നിട്ടൊരു ഗ്രെയിൻസ് ഒക്കെ വന്നിട്ടാണ് പുതിയ മോഡൽ ഇതാണല്ലോ എന്നുള്ള രീതിക്ക് കയറി വരുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ഒരു ഫേസും ഇതിൻ്റെ ഒരു രൂപവും 390 എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ അടുത്തൊരു കുറച്ച് കാലത്തേക്ക്, കുറച്ച് വർഷത്തേക്ക് ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നല്ല നല്ല പ്രൈസിൽ ഈ ബൈക്ക് കിട്ടാനുള്ള ചാൻസസ് ആണ് ഞാനിനി കാണുന്നത്. കാരണം പുതിയ മോഡൽസ് വരുമ്പോൾ പഴയ മോഡൽസ് കുറച്ചുകൂടി താഴോട്ടുള്ള വിലയിലേക്ക് നമുക്ക് കിട്ടും. എന്നാൽ ഡിമാൻഡ് കൂടും, നല്ല വണ്ടികൾക്ക് ഡിമാൻഡ് കൂടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ അതിലൊരു കാര്യം പറയാം. ഇപ്പോൾ BS3 390, BS4, BS6, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ LC4C ഇത്രയും ബൈക്കുകളുടെ ഒരു പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് BS3 ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് താഴെ, അല്ലെങ്കിൽ 2 lakhന് താഴെ, എന്താ പറയുക 1 ലക്ഷത്തിന് താഴെ വരെ BS3കൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. അപ്പോൾ ഒരു 1.5 തൊട്ട് ഇപ്പോഴത്തെ LC4C ആണെങ്കിൽ അതിൻ്റെ ഒരു പുതിയ ബൈക്കിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 4 lakhനോളം ഒക്കെ ഇപ്പോൾ കിടക്കുവാണ്. അപ്പോൾ ആ ഒരു റേഞ്ച്
വരെ ഒരു 1.5 to ഒരു 4 lakhs-നിടയിൽ 390 എന്ന് പറയുന്നൊരു സ്വപ്നം ഇങ്ങനെ റെഡി ആയിട്ട് കിടക്കുവാണ്. ഈ ബൈക്ക് ആ ഒരു പ്രൈസിനിടയിൽ തന്നെ ഉണ്ടാവും. കാരണം അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അത് കൂടാം കുറയാം. എന്തായിരുന്നാലും ആ ഒരു പ്രൈസിനിടയിൽ 390 എന്ന് പറയുന്നൊരു സ്വപ്നം ഇപ്പോൾ ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഏതിൽ പോയി പിടിക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് സ്പെക്ക് കമ്പാരിസൺ ഒന്നുമില്ല. ഞാൻ സ്പെക്ക് പൊതുവേ എൻ്റെ വീഡിയോയിൽ പറയാറില്ല. നമ്മൾ വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ ബൈക്കും ഓടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഇതിൽ എല്ലാ ബൈക്കും ഓടിച്ച എൻ്റെ എക്സ്പീരിയൻസും അതിന്ന് ഈ ബൈക്കുകളുടെ ആത്മാവ് ഇങ്ങനെ വേർതിരിച്ച് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഡിസിഷൻ നിങ്ങൾ തന്നെ അതിനുശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഈ ബൈക്ക് കുറച്ച് എന്താ പറയുക മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈലൻസർ മാറ്റിയിട്ടുണ്ട്. നല്ല ലൗഡാണ്. സീരിയസ്ലി ഞാനത് അറിഞ്ഞില്ല. എനിക്ക് ബൈക്ക് കൊണ്ട് തന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല ലൗഡാണ്. പിന്നെ സീറ്റും അതിൻ്റെ കുഷനിങ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. ടയറിലും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഒരു ബെല്ലി പാനൽ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കിടിലമായിട്ട് പവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്കാണ്. കാരണം ഇതിൽ ECU ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പവർ ഗംഭീരമാണ്. ഞാൻ ഇപ്പോൾ കുറേ നാളായി ഒരു ECU ഫ്ലാഷ് ചെയ്തൊരു 390 ഓടിച്ചിട്ട്. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പ്ലസ് അതിൻ്റെ എക്സോസ്റ്റ് നോട്ടോട് വരുമ്പോഴേക്കും നല്ല രീതിക്ക് പവർ കിക്ക് ആവുന്നുണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈക്ക് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ ബൈക്കിൻ്റെ ഓണറിൻ്റെ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇൻസ്റ്റ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പുള്ളി തന്നെ പറഞ്ഞുതരും. ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഈ ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വൈബ്രേഷൻ എനിക്ക് വലുതായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല. ഈവൻ ഇതൊരു BS4 ആണെങ്കിൽ പോലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇത്രയും കാലത്തെ പഴക്കം എനിക്ക് വൈബ്രേഷൻ്റെ രൂപത്തിൽ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നുമില്ല. അത്യാവശ്യം ക്ലീൻ ആയിട്ട് നോക്കുന്നതിൻ്റെ ഒരു ഗുണമാണത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയെ പറ്റി ഞാൻ പറയുന്നില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 390 എന്ന ലോകത്തിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അത്രയുള്ള ഒരു ടോക്ക് വീഡിയോ ആണ്. വലുതായിട്ട് നമ്മൾ സ്പെക്കിലോട്ടൊന്നും പോകുന്നില്ല. ഈ ബൈക്കുകളുടെയൊക്കെ ആത്മാവ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കതിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. അതിനുശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുത്തോളൂ. അപ്പോൾ 390 ലവേഴ്സിന് ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ മീറ്റർ കണ്ടിട്ട് തന്നെ കുറേ നാളായി. സത്യം പറഞ്ഞാൽ ഭയങ്കര കിടില മീറ്ററാണ്. പുതിയ മീറ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മീറ്ററാണ് പുതിയ ഡ്യൂക്ക് 390യുടെ. പക്ഷേ ഇത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. കാരണം നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ ഒരു TFT കൺസോൾ നമ്മളിങ്ങനെ തെളിഞ്ഞ് കാണുന്നത് എനിക്ക് തോന്നുന്നു 390യിൽ ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ കുറേ പേര് BS3 ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാനും ഒരു BS3 ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ബൈക്ക് കിടിലമാണ്. ഇതിനൊരു മോശവും എനിക്ക് പറയാനില്ല. കാരണം ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ BS3യുടെ ബ്രേക്കാണോ കിടിലം, ഇതിൻ്റെ ആണോ കിടിലം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബ്രേക്കാണ് കിടിലം. ഇതിന് പിന്നെ ഇപ്പോൾ മോജോയുടെ ഡിസ്ക്കാണ് വെച്ചിട്ടുള്ളത്. ഇതിന് ഭീകരമായ ബ്രേക്കിംഗ് ബൈറ്റുണ്ട്. പൊതുവേ ഞാൻ പറഞ്ഞതാണ് BS4 തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആയത്. BS3യുടെ ബ്രേക്ക് അത്ര കിടിലല്ല. ബ്രേക്ക് നല്ലതാണ്, പക്ഷേ അതിൻ്റെ പവറിനത്ര ബ്രേക്ക് അതിനില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. അപ്പോൾ BS4 ഒക്കെ ആയപ്പോഴാണ് അത്യാവശ്യം നല്ലൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു ഫെയിലിയർ കാണിക്കുന്നുണ്ട്, നിങ്ങളത് കാര്യമാക്കണ്ട. പിന്നെ മിററും നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം എനിക്ക് മിറർ കിട്ടിയില്ല. മിറർ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വണ്ടി കിട്ടിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ. ഈ എക്സോസ്റ്റിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പതുക്കെ കൈ കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ആ ഒരു പൊട്ടലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാനൊരു വലിയ ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റിൻ്റെ ഒരു ഫാനല്ല. സ്റ്റിൽ ഇതിൻ്റെ ECU ഫ്ലാഷ് ചെയ്തുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ കൈ കൊടുത്ത് ഓടിക്കാനാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റാത്തത് ഇതിൻ്റെ എക്സോസ്റ്റ് കൂടി കാരണമാണ്. എക്സോസ്റ്റ് എന്നെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ദൈവമേ ആക്സിഡൻ്റ് ആണോ? ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു സൗണ്ട് കേട്ടായിരുന്നു. അത് ആക്സിഡൻ്റ് ആണെങ്കിൽ എൻ്റെ ദൈവമേ. എന്തായാലും നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ദൈവമേ ബസ്, ഈശ്വര ആളുകൾ. എനിക്ക് ആളുകളെ കാണുന്നതേ ഇഷ്ടമല്ല. ആക്സിഡൻറ്റ് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് പോകാം. ഇതിൻ്റെ സൗണ്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, കുറച്ച് രൂക്ഷമാണ്. കൈ കൊടുത്താൽ ദേ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടാണ്. ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. ഞാൻ പക്ഷേ സിംഗിൾ സിലിണ്ടറിൽ ഒരു ലൗഡ് എക്സോസ്റ്റിൻ്റെ ഫാനല്ല. അപ്പോൾ സ്റ്റിൽ എന്തായാലും നമുക്ക് അധികം കൈ കൊടുക്കാതെ പോകാം. കാരണം കുറച്ച് സംഭവങ്ങളൊക്കെ വണ്ടിയിലുള്ളതുകൊണ്ട് പോലീസോ ആരെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ചു നിർത്തിയാലും സീനാവും. ദൈവം ഭയങ്കര ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു വലിയ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു മൂലയിൽ കൂടി പോകാം.
അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്ക് ടു നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ 390 എന്ന് പറയുന്ന ലോകം അതൊരു BS3 തൊട്ട് ഇപ്പോഴത്തെ LC4C വരെ കിടപ്പുണ്ട്. ഇതിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി ഏതെന്ന് ചോദിക്കരുത്. കുറേ ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. എനിക്ക് ഉറപ്പായിട്ടും ഒരു അഭിപ്രായമുണ്ട്, പക്ഷേ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഞാനത് പറയുന്നില്ല. എന്തായാലും റീസൺസ് എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് BS3യുടെ ഒരു നേച്ചറാണ്. BS3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് കുറച്ച് പഴയ ബൈക്കാണ്. അതിൻ്റെ ഒരു ഫ്യൂലിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു KTM ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മെൻറ്റാലിറ്റി ഇങ്ങനെ ആയിരിക്കണം. അതായത് നമുക്കൊരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം. ഇന്ത്യൻ റോഡുകളിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം. എത്ര പേര് ചാവും, എത്ര എഞ്ചിൻ പൊട്ടിത്തെറിക്കും, ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു ഐഡൻറ്റിറ്റി വേണം. അതായത് ഈ വണ്ടീൻ്റെ കൂടെ പിടിക്കരുത്, പവർ എന്താണെന്ന് ആളുകൾ അറിയണം. പക്ഷേ എഞ്ചിൻ റിഫൈൻമെൻറ്റ് ഈ വാങ്ങുന്ന ആളുകൾക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവരുത്, അങ്ങനെയൊന്നും അവർ ചിന്തിച്ചില്ലാന്ന് തോന്നുന്നുണ്ട്. അതുപോലെയാണ് അവർ BS3യുടെ എഞ്ചിൻ ട്യൂൺ ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഒരു ഫ്യൂലിംഗ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിരുന്നു. ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെയൊക്കെ ഒരു ഹയർ RPM ഒക്കെ എത്തുമ്പോഴേക്കും വണ്ടി പോകും. ആ ഒരു പവറിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പവറിനെ എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനും BS3 എടുത്തത്. പക്ഷേ BS3 എന്ന് പറയുന്നൊരു വണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോ പ്രൈസിന് വണ്ടി കിട്ടും, അതൊരു കാര്യമാണ്. പക്ഷേ വണ്ടിക്ക് പഴക്കമുണ്ട്, പ്ലസ് വണ്ടി ഒരുപാട് മൈ ഗോഡ് കുറച്ച് സീരിയസ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തോ ഒരു വലിയ ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണില്ല, ബ്ലോക്കാണ്. ആക്ച്വലി ഞാൻ അങ്ങോട്ടാണ് റെക്കോർഡ് ചെയ്യാൻ നിന്നത്. എനിക്ക് ഈ ആക്സിഡൻ്റ് ഒക്കെ കാണുന്നത് അത്ര നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു ഫീലില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓക്കെ നമ്മുടെ വീഡിയോനെയും എഫക്റ്റ് ആവും, എൻ്റെ മൂഡ് പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോയത്. കാരണം ഇനി ഇങ്ങോട്ട് പോലീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വരുന്ന വഴിക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് BS3യുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പഴയ BS3 അല്ലെങ്കിൽ വണ്ടികളെല്ലാം പഴയതായി കഴിഞ്ഞു, വണ്ടികളെല്ലാം നന്നായിട്ട് ഓടി തുടങ്ങി, പിന്നെ ഉറപ്പായിട്ടും വണ്ടികൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ എല്ലാവരും. കാരണം അത്രയും പവറുള്ളൊരു വണ്ടീനെ ആരും ഇല്ല പഴം പോലെയല്ല ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ കൈ കൊടുത്ത് ഓടിച്ച് തകർത്തിട്ടുള്ള വണ്ടികൾ തന്നെയാണ് BS3യിൽ മിക്കതും. അതുകൊണ്ട് തന്നെ BS3 എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാം രണ്ടും കൽപ്പിച്ച് തന്നെ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പണി വന്നാൽ ചെയ്യുക, അല്ലാതെ BS3 എടുത്തിട്ട് അയ്യോ അതിന് പണി വരുന്നേ, അതിന് എഞ്ചിൻ പണി നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്നും പറഞ്ഞ് പേടിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വണ്ടി നിങ്ങൾക്ക് ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ടും പോക്കറ്റ് കൊണ്ടും നിങ്ങൾ എന്തിനും റെഡി ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ BS3 എടുക്കുന്ന രണ്ട് തരം ആളുകളുണ്ട്. ഒന്നാമത്തെ ആളുകളെന്ന് പറയുന്നത് BS3യുടെ അടുത്തുള്ളൊരു ക്രൈസ് കൊണ്ട് എടുക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ ആളുകളെന്ന് പറയുന്നത് ഇപ്പോൾ BS4 BS6 അഫോർഡ് ചെയ്യാൻ പറ്റാതെ BS3 എടുക്കുന്ന ആളുകളാണ്. കാരണം BS4നും BS6നും ഒക്കെ കുറച്ചുകൂടി വിലയാവും. പക്ഷേ BS3 നിങ്ങൾക്ക് ലോ പ്രൈസിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് BS3 നോക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ BS3 നോക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പവറുണ്ട്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല പിന്നുള്ള കാര്യങ്ങൾ. കാരണം ഒരു BS6ന് വരുന്നൊരു എഞ്ചിൻ ലൈഫ് അല്ല BS3ക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പണികൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ വണ്ടിയിൽ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫീലില്ല. അല്ലെങ്കിൽ എനിക്ക് BS4 BS6 എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അത്രയും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു BS3 വാങ്ങിക്കുന്നു എന്നുള്ളൊരു ഇതിലോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തുള്ളൊരു ക്രൈസിൽ പോയി എടുത്താൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. അപ്പോൾ അതാണ് BS3. അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ പോകുന്നില്ല. ഇനി നമുക്ക് BS4 BS6ൻ്റെ കാര്യം പറയാം. BS4 BS6 എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ BS4 എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു വിപ്ലവമായിരുന്നു. അത് വേറൊരു കാര്യം. കാരണം ഇതുപോലൊരു സ്ട്രക്ചർ, അതായത് ഒരു പ്രോപ്പർ ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ അതിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ, TFT ഡിസ്പ്ലേ. ഞാനൊക്കെ അന്നത്തെ കാലത്ത് ഈ സാധനം കണ്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട്, അയ്യോ എന്നുള്ളൊരു ഫീലിൽ. കാരണം TFT ഡിസ്പ്ലേ ഒക്കെ നമ്മൾ സൂപ്പർ ബൈക്കിൽ കാണുന്ന സാധനം, അല്ലെങ്കിൽ ഡുക്കാറ്റിയുടെയൊക്കെ ബൈക്സിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണുന്നത്. അങ്ങനെയുള്ളൊരു ഐറ്റം നമ്മുടെ ഒരു സാധാരണക്കാർക്ക് പിടിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരു വണ്ടിയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അന്ന് തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ശരിക്കും കോൺഫിഡൻസ് തരുന്ന സ്ട്രക്ചർ എന്ന് മാത്രമല്ല, ആ ഒരു എഞ്ചിനെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്ട്രക്ചർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്ലെക്സിബിലിറ്റി മാരകമായിരുന്നു. കാരണം നമ്മൾ പല നേക്കഡ് ബൈക്കുകളും നമ്മൾ ഓടിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ആ ഒരു ലെവലിൽ. പക്ഷേ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന പവറിനെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഒരു സ്ട്രക്ചറിലേക്കാണ് ആക്ച്വലി BS4 എന്ന് പറയുന്ന ബൈക്കിലേക്ക് എൻജിൻ വന്നപ്പോൾ വണ്ടി ചേഞ്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ വന്ന കോൺഫിഡൻസ് അധികമായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയി കുറേ പേര് അന്ന് പറഞ്ഞ പോലെ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് കയറി പോയിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ വണ്ടി തന്നൊരു കോൺഫിഡൻസും വണ്ടിയുടെ ഒരു ഫീലും
അയ്യോ അത് അന്ന് ആ ഒരു ഫീൽ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു വണ്ടിയായി മാറി. പിന്നെ എൻജിൻ വൈസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് BS6 വന്നപ്പോൾ കുറച്ചുകൂടി എൻജിൻ ക്ലീനറായി, കുറച്ചുകൂടി ആ ഒരു ഫ്യൂലിംഗ് കൺട്രോൾഡ് ആയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം കുറേ കാലം BS4 ഭരിച്ചു, ഇന്ത്യൻ റോഡുകൾ BS4 ഭരിച്ചു എന്ന് തന്നെ പറയാം. അത്രയും സെയിൽ അവർക്ക് കിട്ടി. അതിനുശേഷം BS6 മാറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജിൻ വൈസ് വണ്ടി ക്ലീനായി, ഒരുവിധം വണ്ടി ക്ലീനായി എന്ന് തന്നെ പറയാം. BS3 വെച്ച് നോക്കുമ്പോൾ ശരിക്കും ക്ലീനായി. BS4 ഒരു സ്റ്റെപ്പ് മണ്ടയിലോട്ട് കുറച്ചുകൂടി റിഫൈൻമെൻറ്റും ആ പവർ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടി തുടങ്ങി എന്ന് പറയാം. ആ ഒരു അവസ്ഥയിലേക്ക്, അത് BS3 BS6 ജേർണിയിൽ അത്രയും ചേഞ്ചുകൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ BS4 സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ BS3 സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി BS6 എടുത്തിട്ട് കാര്യമില്ല. ആ ഒരു പവറും ആ ഒരു ഫ്യൂലിങ്ങുമാണ് നിങ്ങളെ എന്താ പറയുക ഇതിലോട്ട് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ BS6 എടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ BS6 സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് BS3 എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 390 പറയുമ്പോൾ നിങ്ങൾക്ക് 390 എന്നൊരു പേര് കിട്ടുന്നല്ലാതെ ആ ഒരു നിങ്ങൾ ഈ കാണുന്ന ഒരു സംഭവം അല്ല അതിലുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ BS6 ഓടിച്ച് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി BS6 തന്നെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നല്ലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ ഡ്യൂക്കിൽ ടൂറിംഗ് ഫ്രണ്ട്ലി ആയി വണ്ടി. കാരണം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ BS6 ആയപ്പോൾ നന്നായിട്ട് കുറഞ്ഞു. വണ്ടി എന്താ പറയുക, വണ്ടി ഒന്ന് മെരുങ്ങിയെന്ന് തന്നെ ടോട്ടലി പറയാം. പക്ഷേ അത് പവർ വൈസ് 390 പവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം ആ ഒരു തുള്ളിക്കളി കുറച്ച് കുറഞ്ഞു എന്ന് തന്നെ പറയാം BS6 ആയപ്പോഴേക്കും. പക്ഷേ നമ്മൾ ആ ഒരു റിഫൈൻമെൻറ്റ്, ക്ലീൻ ആയിട്ടുള്ള എൻജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്ക് BS6 പിന്നെയും ഒരു വരമായിട്ട് മാറി എന്ന് പറയാം. സോ കുറച്ചുകൂടി ക്ലീനറായിട്ടാണ് പോയിട്ടുള്ളത്. അതായത് BS3 BS6 ജേർണി എന്ന് പറയുന്നത് പവറിൻ്റെ കാര്യത്തിൽ ചെറിയ ഡ്രോപ്പ് വന്ന പോലെ പോയിട്ട് എന്താ പറയുക റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ആ ഗ്രാഫിങ്ങിനെ പൊങ്ങിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും വരരുത് എന്നൊക്കെ പറഞ്ഞാണ് നോക്കുന്നത്, ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ BS6 ആയിരിക്കും സേഫ് ആയിട്ടുള്ള സോൺ. പിന്നെ BS4 ഉണ്ടാവും. നമ്മുടെ ഫോളോവർ ആണെന്ന് തോന്നുന്നുണ്ട്. എനിവേ നൈസ് ടു മീറ്റിംഗ് യു ബ്രോ. അപ്പോൾ BS4 അപ്പോൾ നിങ്ങൾ BS4 BS6 അങ്ങനെ മേലോട്ട് പോകുന്തോറും നിങ്ങൾക്ക് പണി വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. പക്ഷേ അത് തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു മോശം ബൈക്ക് പോയി എടുത്തിട്ട് അയ്യോ BS6 ആണ് പണിയൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാര്യമില്ല. നല്ലൊരു വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചാൻസസ് കൂടുതൽ BS6 നിൽക്കുന്നത്. നിങ്ങൾ ആ പവർ എന്ന് പറയുന്നൊരു ഫാക്ടറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ BS3 നിങ്ങൾ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ BS3 തന്നെയാണ് നിങ്ങളുടെ വണ്ടി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അത് പണിയാനും അത് എന്ത് വന്നാലും നോക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. BS4 390 എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് BS6 BS3 ഇടയിലിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോർജ് സാറിനെ പോലത്തെ ഒരു ബിഹേവിയറാണ് വണ്ടിക്കുള്ളത്. കാരണം ഒരു ഫസ്റ്റ് ഹാഫ് RPM വരെയൊക്കെ എന്തൊരു തങ്കപ്പെട്ട മനുഷ്യനും നമുക്ക് തോന്നും. പക്ഷെ അതിനുശേഷം ജോർജ് സാറ് തന്നെയാന്ന് വണ്ടി നമ്മളടുത്ത് ഇങ്ങോട്ട് പറയും. കാരണം BS3 ആ ഒരു പവറും ഉണ്ട്, എന്നാൽ BS6 ഒരു റിഫൈൻമെൻറ്റിൻ്റെ നല്ലൊരു പോർഷനും ഇതിന് കിട്ടിയിട്ടുണ്ട്, BS4 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റിയുടെ ഇടയിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ BS4 390 എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് എഞ്ചിൻ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ BS3 പോയി കഴിഞ്ഞാൽ അത് മറ്റേ ബെന്നി സാറിനെ പോലെയാണ്, റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ അത് പെട്ടിയിലാവും. പക്ഷേ നമ്മുടെ ജോർജ് സാറ് പിന്നെയും റിട്ടയർമെൻറ്റൊക്കെ അടിച്ചിട്ട് പെട്ടിക്കാത്താവുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഒരു എഞ്ചിൻ ലൈഫ് നമുക്ക് BS4 BS3 വെച്ച് നോക്കാൻ പ്രതീക്ഷിക്കാം. BS6 പോകുമ്പോൾ പിന്നെയും നമുക്ക് കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് ചാൻസസ് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. എന്നാലും നമ്മുടെ BS4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും കുറേ അറിയാനുണ്ട് അനിയ. ആ ലൈനാണ്. ഇനി നമുക്ക് LC4C കാര്യം പറയാം, ഏറ്റവും പുതിയ 390 ജനറേഷൻ്റെ കാര്യം. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവാം, പുതിയ 390 കൊള്ളില്ല, അല്ലെങ്കിൽ അത് ഇത്ര നല്ലതല്ല എന്നൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ടാവും, അതിന് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. സീരിയസ്ലി ലുക്ക് വൈസ് ഞാൻ ഇതിൻ്റെ ഫാനാണ്. 390 പുതിയതും എനിക്ക് പതുക്കെ ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ 390 എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് കയറി വരുന്നത്. പക്ഷേ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം, ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ ഈ ബൈക്ക് എല്ലാം ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. പ്രാക്ടിക്കലി ആ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഭയങ്കര കിടിലമാണ്. പുതിയ ജനറേഷൻ 390 ഓടിക്കാൻ ഒരു രക്ഷയില്ല. വളരെ കോമ്പാക്റ്റ് ആണ്,
വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. വളരെ കൺട്രോൾ ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ BS3 390 എന്ന് പറയുന്ന വണ്ടി, ഡ്യൂക്ക് 390 എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് 200 ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 200 പോലെ ഇരുന്നൊരു വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എഞ്ചിൻ്റെ പവറിനെ, ആ ഒരു സ്ട്രക്ചറിന് സത്യം പറഞ്ഞാൽ താങ്ങാൻ പറ്റിയിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആ സ്ട്രക്ചർ പോരാ എന്ന് പറയേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ അതിനെ, ആ ഒരു എഞ്ചിൻ്റെ പവറിനെ കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു സ്ട്രക്ചർ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡാണ് സത്യം പറഞ്ഞാൽ പുതിയ 390 എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വണ്ടി കൺട്രോൾ ചെയ്യാനുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് തന്നെ കിടിലമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതിനും ഒരു പടി മുകളിലേക്കാണ് സത്യം പറഞ്ഞാൽ പുതിയ 390 എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ എന്താ പറയുക, അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്, അതിൻ്റെ പവർ അവർ കൂട്ടിയിട്ടുണ്ട്, എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടി, ആ ഒരു പവർ കൂടി സത്യമാണ്. അതിനെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബ്രേക്കും ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറുമാണ് ആ വണ്ടിയിലിരിക്കുന്നത്. അതിൻ്റെ അൺസ്പ്രിങ് മാസൊക്കെ അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, വീൽ വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട്. സോ പുതിയ 390 എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളത് ഓടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഓടിച്ച് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ആ ബൈക്കിനെ തള്ളി പറയുന്നവരുണ്ടാവാം. ഡെഫിനറ്റ്ലി ഈ വണ്ടി കിടിലമാണ്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മോഡലിനെ റീപ്ലേസ് ചെയ്ത് ഒരു കമ്പനി പുതിയൊരു മോഡൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് KTM ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല. കാരണം അവർക്ക് സെയിൽസ് ഉണ്ട്, പുതിയ 390 സെയിലുണ്ട്. അപ്പോൾ അവർ അത്രയും നോക്കി ഇമ്പ്രൂവ് ചെയ്ത ഒരു സ്ട്രക്ചറാണ്. ലുക്ക് വൈസ് ആയിരിക്കും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. പക്ഷേ പ്രാക്ടിക്കലി ആ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ വണ്ടി ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് ആ ഒരു അഭിപ്രായമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ വണ്ടി ഓടിച്ചു നോക്കുക. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ആ വണ്ടി ഓടിച്ച് എനിക്ക് അതിൻ്റെ ലുക്ക് വൈസ് അല്ലാതെ ആ വണ്ടിയുടെ ഒരു പ്രാക്ടിക്കലി നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതാണ് സ്ട്രക്ചറിൻ്റെ കാര്യം. പിന്നെ ആ വണ്ടിയുടെ എൻജിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻജിൻ നല്ല റിഫൈൻഡ് ആണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജനറേഷൻസിനൊന്നും ഇല്ലാത്ത ഒരു കാര്യം ആ എൻജിനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലോ ഇൻ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ BS4 BS6 വണ്ടികളിൽ അല്ലെങ്കിൽ BS3 ഉൾപ്പെടെ ആ ഒരു ജനറേഷനിൽ ആ ഒരു എൻജിനിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു, വണ്ടിക്ക് പവർ ഉണ്ട്, വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷേ എന്നാലും ലോ ഉണ്ട് അത്രയും മെച്ചമല്ലായിരുന്നു. അത് പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് വേറൊരു കാര്യം. കാരണം വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നോർമലി നമ്മളെടുത്ത് ഓടിക്കുമ്പോൾ ലോ ഇൻ ടോർക്കൊന്നും കുറവുള്ള പോലെ നമുക്ക് തോന്നില്ല. പക്ഷേ ഏതെങ്കിലും ട്രാഫിക്കിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ അത് പക്ഷേ നമുക്കങ്ങനെ എപ്പോഴും നമുക്കിങ്ങനെ എഫക്റ്റ് ആവുന്നൊരു സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഈ ബൈക്കിനാണെങ്കിൽ പോലും അതങ്ങനെ എഫക്റ്റ് ആയി നിൽക്കുന്ന സംഭവമൊന്നുമല്ല. ഇത് പിന്നെ ഇപ്പോൾ ട്യൂണിങ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും അറിയാൻ പറ്റാൻ നല്ല പവറുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ 390 ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ലോ ഇൻറ്റിൻ്റെ ഇഷ്യൂ എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നില്ല. നമ്മളൊന്ന് RPM കൊടുത്ത്, നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കൊടുത്തായിരിക്കും ഓടിക്കുന്നത്, അതിൻ്റെ ഇടയിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു ട്രാഫിക്കിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ലോവർ ഗിയേഴ്സിലൊക്കെ പോകുന്ന സമയത്തുള്ളൊരു ചെറിയൊരു നോക്കിങ്ങും ഒരു അടിയും ആ ഗിയർ വലിക്കാത്ത പോലെ ഇനിഷ്യലി ഒരു ചെറിയ ഗിയറിലൊരു പിടുത്തം പോലെയൊക്കെ തോന്നാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ട്യൂണിങ് അങ്ങനെ ആയതുകൊണ്ടും ഒന്ന് ഹയർ RPMലേക്ക് കയറി നിൽക്കത്തക്ക രീതിക്ക് ഗിയറിങ് ഉള്ളതുകൊണ്ടും കൂടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ അഡ്വഞ്ചർ 390 ഒക്കെ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിമാലയനൊക്കെ ഉപയോഗിച്ചിരുന്ന ആളുകൾ അഡ്വഞ്ചർ 390 എടുത്തിട്ട് കുറേ പേരിങ്ങനെ ഓഫ് റോഡിങ് ടൈമിലൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് വണ്ടി നിൽക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ഇൻഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ അത് എന്താ പറയുക, അഡ്വഞ്ചർ 250 ഡ്യൂക്ക് 250യുടെ സ്പ്രോക്കറ്റൊക്കെ മാറ്റിയിട്ട് ഓടിക്കലൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. അപ്പോൾ ആ ഒരു ലോ ഇൻഡ് ഇഷ്യൂ എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ 390 നല്ല രീതിക്ക് ലോ ഇൻഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ എഞ്ചിന് നല്ല ടോർക്കുണ്ട്, അത് ലോ ഇൻഡിലും കൂടി സ്പ്ലിറ്റായി കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ആ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ 390 ഉണ്ട്. മാത്രമല്ല ഈ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി സ്മോളർ പെപ്പി ഫീലാണ് നമ്മുടെ പുതിയ 390 ഓടിക്കുന്ന സമയത്ത്. സോ ഇതാണ് ഈ എല്ലാ വണ്ടികളെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, റൈഡ് ഫീൽഡിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതിൽ എല്ലാം കൂടി ഒന്ന് എന്താ പറയുക ഏകോപിപ്പിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ 390 ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല പവർ കിട്ടും, റിഫൈൻമെൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ എൻജിൻ ഒരു ഡേഞ്ചർ സോണിൽ തന്നെ ആയിരിക്കും. അതിപ്പോൾ എന്താ പറയുക റീസ്റ്റോറൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് വേണം. BS4 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എൻജിൻ വൈസ് നിങ്ങൾക്ക് റിഫൈൻമെൻറ്റ് കുറച്ചുകൂടി ഓഫറിങ് ആണ്. എന്നാൽ നിങ്ങൾക്ക് പവർ മോശമില്ലാത്ത രീതിക്ക് തന്നെ ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് കൺട്രോൾഡ് ആണ് ലോ ഇൻഡൊക്കെ. എന്നാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കുറച്ചുകൂടി കൊണ്ടു നടക്കാം, കുറച്ചുകൂടി നല്ല സ്ട്രക്ചർ കിട്ടും, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ബൈക്ക് BS3 വെച്ച് നോക്കുമ്പോൾ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് BS4 കിട്ടും. ഇനി BS6 പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി, നേരത്തെ പറഞ്ഞ കൺട്രോള് കാര്യങ്ങളെല്ലാം അവിടെ അതുപോലെ ഉണ്ട്. പ്ലസ് എൻജിൻ വൈസ് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി സ്മൂത്തർ ആയിട്ടുണ്ട്. എന്താ പറയുക കുറച്ചുകൂടിയൊക്കെ
കുറച്ചുകൂടിയൊക്കെ എനിക്ക് തോന്നുന്നു BS3 BS4 വെച്ച് നോക്കുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻറ്റും ആണ് BS6 എന്ന് പറയുന്നത്. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾ ഭയങ്കര തോന്നിയ ദിവസങ്ങളൊന്നും റോഡിൽ കാണിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്കൊരു 390 വേണം, പക്ഷേ അത് നിങ്ങൾക്ക് നോർമൽ പരിപാടികൾക്കൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അത്രയും കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കരുതെന്നുണ്ടെങ്കിൽ BS6 ആണ് നിങ്ങളുടെ ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന റിഫൈൻമെൻറ്റും വേണം, ഈ പറയുന്ന പെർഫോമൻസും വേണം, ഈ പറയുന്ന പ്രാക്ടിക്കലായിട്ട് അത് ഉപയോഗിക്കാനും പറ്റണം, അതുപോലെ തന്നെ അതിന് നല്ല പവറും ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങളെ വട്ടു പിടിപ്പിക്കുന്ന പോലത്തെ പവറല്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങളുടെ പരിപാടികൾക്കൊക്കെ എടുക്കാൻ പറ്റണം. അതിനൊരു ആ ഒരു പവറിന് കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഡ്യൂക്ക് 390 ലേറ്റസ്റ്റ് ജനറേഷൻ Gen 3 വാങ്ങിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞ സാധനമായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്, പക്ഷേ ലേറ്റസ്റ്റ് ജനറേഷൻ വാങ്ങിക്കാനുള്ള പൈസയില്ല. അതിനെനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല, നമുക്ക് കാര്യം പറയാനേ പറ്റുള്ളൂ. പതുക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള പൈസ പതുക്കെ വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പുതിയ വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളിൽ അത്രയും പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ പഴയത് മതി, പഴയത് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ BS3 നോക്കരുത്, ഒരു BS6 നോക്കിക്കോ, കുഴപ്പമില്ല. BS3യും BS4 നിങ്ങൾ നോക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, BS3 നിങ്ങൾ ഒട്ടും നോക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് BS3 എന്ന് പറയുന്ന വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ അടുത്തൊരു ഇഷ്ടം വേണം, എന്നാൽ മാത്രമേ ആ വണ്ടി നിങ്ങൾക്ക് കൊണ്ടു നടന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിനിടുന്ന പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് പൈസ ഇറക്കേണ്ടി വരും, നോർമലാണ്. നിങ്ങൾക്ക് അതിനടുത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് നിങ്ങൾ ആ ഒരു എയിമിൽ എത്തിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് BS3യുടെ കാര്യം. സോ അതാണ് എനിക്ക് ടോട്ടലി ഈ വണ്ടികളുടെ കാര്യത്തിൽ പറയാനുള്ളത്. 390യെ പറ്റിയുള്ളൊരു ചെറിയൊരു 390 ലോകത്തിനെ പറ്റിയുള്ളൊരു ചെറിയൊരു സംസാരം മാത്രമായിരുന്നു ഈ ഒരു വീഡിയോ. നല്ല വണ്ടികളാണ്, നല്ല ഓപ്ഷൻസ് ഇനി അങ്ങോട്ട് കിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുതിയ മോഡലൊക്കെ ഇറങ്ങി. അപ്പോൾ BS4 BS6-നൊക്കെ ഇനി താഴോട്ട് വില താഴും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ട്, നല്ല വണ്ടികൾക്ക് ഡിമാൻഡ് ഉണ്ട്. നല്ല BS4 നല്ല BS6-ന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ, 390 ഡ്രീം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഡ്രീമുകളിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ECU ഒക്കെ ഫ്ലാഷ് ചെയ്ത് പവറൊക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇനീഷ്യൽ ടോർക്കിൻ്റെ ഇഷ്യൂ ഒന്നും ഈ വണ്ടിക്ക് ഇല്ല. സത്യത്തിൽ നന്നായിട്ട് ചാടി നിൽക്കുവാണ്. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തത്, ഈ വണ്ടിയുടെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾ ഓണറിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓണറിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എക്സോസ്റ്റ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ലൗഡ് എക്സോസ്റ്റ് വേണ്ടവർക്ക് ചോദിച്ചാൽ മതി, ഇത് ഏത് എക്സോസ്റ്റാന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ. എക്സോസ്റ്റ് ഭയങ്കര ലൗഡാണ്. ശരിക്കും ലൗഡാണ്. ഓക്കെ.